الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സൂറത്തുൽ ബഖറയിലെ 89-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. أعوذ بالله من الشيطان الرجيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ാമത്തെ ആയത്തിൽ ജൂത വിഭാഗം അവരെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടവയാണ്, പക്ഷേ അവരുടെ അവിശ്വാസം നിമിത്തം അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്, അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കൂ എന്ന് അവരെ കുറിച്ച് പറഞ്ഞതിനു ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين എന്ന ഈ ആയത്ത് അതിന് തുടർന്നുകൊണ്ടാണ് പറയുന്നത്. അതായത് വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും, തങ്ങളുടെ കൂടെയുള്ളതിന് ശരിവെച്ച് സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലൽ ലദീന കഫറൂ, മുമ്പ് അവർ അവിശ്വസിച്ചവർക്കെതിരിൽ വിജയം അർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താനും. അങ്ങനെ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അങ്ങനെ അവർക്കറിയാവുന്ന ആ കാര്യം അവർക്ക് വന്നപ്പോൾ അവരതിൽ അവിശ്വസിക്കുകയുണ്ടായി. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, ആകയാൽ ആ അവിശ്വാസികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശദീകരണം ഒന്ന് കേൾക്കുക.
അന്ത്യപ്രവാചകന്റെ ആഗമനത്തെയും അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെയും സംബന്ധിച്ച് തൗറാത്ത് മുഖേനയും പ്രവാചകന്മാർ മുഖേനയും യഹൂദികൾക്ക് പരമ്പരാഗതമായ അറിവുണ്ട്. മദീനയിലെ യഹൂദികൾ അക്ഷമരായിക്കൊണ്ട് ആ പ്രവാചകന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു. അവർ മുഖാന്തരം അറബികൾക്കും അതിനെപ്പറ്റി അറിയാമായിരുന്നു. അറബികളും അവരും തമ്മിൽ വല്ല ഇടയലോ ഏറ്റുമുട്ടലോ ഉണ്ടാകുമ്പോൾ അടുത്ത് ഒളിവാകാനിരിക്കുന്ന പ്രവാചകൻ വരട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അന്ന് ഞങ്ങൾക്ക് ആ പ്രവാചകൻ മുഖേന ശക്തിയും പ്രതാപവും അള്ളാഹു നൽകുന്നതായിരിക്കും എന്നൊക്കെ അവർ അഭിമാനപൂർവം പറഞ്ഞിരുന്നു. ആ പ്രവാചകനെ വേഗം അയച്ചു തന്നു ഞങ്ങളെ സഹായിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്ന ആ പ്രവാചകൻ വരികയും അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥത്തെ അഥവാ തൗറാത്തിനെ ശരിവച്ച് അതിന്റെ സത്യത സ്ഥാപിക്കുന്ന ഒരു വേദഗ്രന്ഥം അഥവാ ഖുർആൻ അവതരിക്കുകയും ചെയ്തപ്പോൾ അതാ അവരുടെ മട്ടെല്ലാം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേൽ വർഗത്തിൽപ്പെട്ട ആളായില്ല, അറബികളിൽപ്പെട്ട ആളായി പോയി. തങ്ങൾ മതമായി ആചരിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അദ്ദേഹം അനുവദിക്കുന്നുമില്ല. ഇതൊക്കെയാണ് നിഷേധത്തിന് കാരണം. അങ്ങനെ ആ പ്രവാചകന്റെ കടുത്ത ശത്രുക്കളും പരിപൂർണ നിഷേധികളുമായി മാറുകയും അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും പാത്രമാവുകയുമാണ് അവർ ചെയ്തത്. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, ബനൂ ഇസ്രായേൽ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകുകയും ആ വേദഗ്രന്ഥത്തിലൂടെ തന്നെ ധാരാളം കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഒരു പ്രവാചകൻ അവർക്ക് വരാനുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയിക്കുകയും ചെയ്തതിനു ശേഷം ആ പ്രവാചകനെ കുറിച്ച് അവർക്ക് അറിയുകയും ചെയ്യാം. ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകനെ അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ പ്രതീക്ഷിച്ചത് അവരുടെ വിഭാഗത്തിൽ നിന്ന്, ബനു ഇസ്രായേൽ വിഭാഗത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ആ പ്രവാചകൻ വരിക എന്നായിരുന്നു. എന്നാൽ ആ പ്രവാചകനാവട്ടെ വന്നത് ബനു ഇസ്രായേൽ വിഭാഗത്തിൽ നിന്നായിരുന്നില്ല. അറബികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രവാചകനായി വന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന കാര്യം കൃത്യമായും അവരുടെ വേദഗ്രന്ഥത്തിലൂടെ അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അവരുടെ കടുത്ത ധിക്കാരം അഥവാ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രവാചകൻ വരുമെന്ന് പ്രതീക്ഷിച്ചത്, അത് ആ പ്രവാചകൻ ആഗതനായത് മറ്റൊരു വിഭാഗത്തിൽ നിന്നായിരുന്നു എന്നുള്ളത് അവരുടെ നിഷേധത്തിന് കാരണമാകുന്നു. അപ്പോൾ അതുവരെയും അവരുടെ വേദഗ്രന്ഥത്തിലൂടെ അവർ പഠിച്ചു മനസ്സിലാക്കിയിരുന്ന ആ സത്യത്തെ തള്ളിക്കളയുകയും തൗറാത്ത് അടക്കമുള്ള വേദഗ്രന്ഥങ്ങളിൽ ഒരു പ്രവാചകനെ കുറിച്ചുള്ള ആ പ്രതീക്ഷയോടുകൂടി അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകൻ കടന്നു വരുന്നത് അവരുടെ വിഭാഗത്തിൽ നിന്നല്ല എന്നുള്ളത് കൊണ്ട് അവർ അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്.
അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ നിഷേധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അന്ത്യപ്രവാചകന്റെ ആഗമനത്തെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെയൊക്കെ സംബന്ധിച്ച് ജൂതർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കൃത്യമായിട്ടുണ്ട്. മദീനയിലാവട്ടെ ഒരുപാട് ജൂത ഗോത്രങ്ങളുണ്ടായിരുന്നു. ബനു നദീറും ബനു ഖുറൈദയും ഒക്കെ അത്തരം ഗോത്രങ്ങളിൽപ്പെട്ടവരായിരുന്നു. അവർ ആ പ്രവാചകനെ കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും മദീനയിൽ ജീവിച്ചിരുന്ന ജൂതവിഭാഗം അറബികളുമായി പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവുക സ്വാഭാവികമായിരുന്നു. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ജൂതർക്ക് പറയാനുണ്ടായിരുന്നത്, ഞങ്ങൾ പ്രവാചകന്മാരുടെ അനുയായികളാണ്, അതുകൊണ്ട് ഇനിയും ഒരു പ്രവാചകനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ആ പ്രവാചകൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം എന്ന രൂപത്തിലായിരുന്നു അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജൂതവിഭാഗം പ്രവാചകന്മാരെ ഒരു അഭിമാനമായി കണ്ടിരുന്നു. പക്ഷേ അത് കേവലം അവരുടെ വിഭാഗീയമായ അഭിമാനം മാത്രമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലാണ് പ്രവാചകന്മാർ, ഞങ്ങൾ പ്രവാചകന്മാരുടെ ആളുകളാകുന്നു. ഇപ്പോഴും പല വിഭാഗങ്ങളും മേനി പറയാറുള്ളത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പാരമ്പര്യമായി വലിയ ആളുകളുടെ പരമ്പരയിലാണുള്ളത്, കുടുംബങ്ങളിലാണുള്ളത്, അല്ലെങ്കിൽ ആ നാട്ടിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വമ്പ് പറച്ചിലുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതുകൊണ്ട് മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ, അവർക്ക് ഒരു പ്രവാചകനെ സംബന്ധിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയൊരു പുരുഷൻ, വലിയൊരാള് വരാനുണ്ട് എന്ന് മാത്രമായിരുന്നു. അതേസമയം അവർക്ക് നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അയച്ചിരുന്ന, അവരിലേക്ക് നിയോഗിച്ചിരുന്ന ഒരുപാട് പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങള് അവർ മനസ്സിലായിട്ടും അതിനെ അംഗീകരിക്കാതെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹമായി അവർ മാറുകയാണ് ഉണ്ടായത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ നിഷേധിച്ചുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനായി കടന്നു വരുന്നത്. അങ്ങനെ ആ പ്രവാചകൻ കടന്നു വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെയായില്ല. അവർ പ്രതീക്ഷിച്ചതുപോലെ സ്വന്തം വിഭാഗത്തിൽ നിന്നല്ലാത്തത് കൊണ്ട് ആ പ്രവാചകനെ അവർ അംഗീകരിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും, തങ്ങളുടെ കൂടെയുള്ളതിന് ശരിവെച്ച് സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ, തങ്ങളുടെ കൂടെയുള്ളതിന് ശരിവെച്ച് എന്ന് പറയുന്നത് തങ്ങൾ നേരത്തെ വിശ്വസിച്ചു പോന്നിരുന്ന തൗറാത്തും അതുപോലെ തന്നെ തൗറാത്തിൽ അടങ്ങിയിരുന്ന ആശയങ്ങളെയും ഒക്കെ സത്യമാക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വന്ന സന്ദർഭത്തിൽ വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, ഇതിനു മുമ്പ് അവിശ്വസിച്ചവർക്കെതിരിൽ, അതായത് മദീനയിലുണ്ടായിരുന്ന അവിശ്വാസികളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്കെതിരെ അവർ വിജയം അർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രവാചകനിലൂടെ ഒരു വിജയം ഞങ്ങൾക്ക് ലഭിക്കുവാനുണ്ട് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അങ്ങനെ വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, പക്ഷേ ഫലമ്മാ ജാഅഹും, അങ്ങനെ അവർക്കത് വന്നപ്പോൾ, മാ അറഫു, അവർ നേരത്തെ മനസ്സിലാക്കിയ അറിഞ്ഞ ആ പ്രവാചകനും അതുപോലെ ആ വേദഗ്രന്ഥവും വന്നു കഴിഞ്ഞപ്പോൾ കഫറൂ ബിഹി,
അവരതിൽ അവിശ്വസിക്കുകയായി. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ആ അറിഞ്ഞതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന കാഫിറുകൾക്ക്, അവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ശാപമാണ് ഉണ്ടായിരിക്കുക. അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത്. അതിനുശേഷം അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. بئس ما اشتروا അല്ലെങ്കിൽ ബിഅ്സമ എന്ന് പറഞ്ഞാൽ യാതൊന്ന് വളരെ എത്രയോ ചീത്തയായി. ഇഷ്തറൗ ബിഹി അതിനെ അവർ വിറ്റു. അൻഫുസഹും അവരുടെ സ്വന്തങ്ങളെ. അൻ യക്ഫുറു അതായത് അവർ അവിശ്വസിക്കുന്നത് ബിമാ അൻസല അവതരിപ്പിച്ചതിൽ, അല്ലെങ്കിൽ ബിമാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചതിൽ, ബഗ്യൻ അക്രമം ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അക്രമമായിട്ട്, അൻ യുനസ്സിലല്ലാഹു അല്ലാഹു ഇറക്കുന്നതിനാൽ, മിൻ ഫദ്ലിഹി അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അലാമൻ ചിലരുടെ മേൽ, അല്ലെങ്കിൽ യാതൊരുവന്, യശാഉ അവൻ ഉദ്ദേശിക്കുന്നു, അലാമൻ യശാ അവൻ ഉദ്ദേശിക്കുന്ന ചിലരുടെ മേൽ. മിൻ ഇബാദിഹി അവന്റെ അടിയാന്മാരിൽ നിന്ന്, ഫബാഉ അങ്ങനെ അവർ മടങ്ങി, ബിഗളബിൻ കോപവും കൊണ്ട്, അലാ ഗളബിൻ കോപത്തിനുമേൽ, വലിൽ കാഫിരീന അവിശ്വാസികൾക്കുണ്ട് താനും,
അദാബുൻ ശിക്ഷ, മുഹീനുൻ നിന്ദ്യമായ അപമാനിക്കുന്ന ശിക്ഷ. وَبِئْسَ مَا اشْتَرَوْا بِهِ أَنفُسَهُمْ أَنْ يَكْفُرُوا بِمَا أَنْزَلَ اللَّهُ بَغْيًا أَنْ يُنَزِّلَ اللَّهُ مِنْ فَضْلِهِ عَلَى مَنْ يَشَاءُ مِنْ عِبَادِهِ. യാതൊന്നിനു പകരം അവർ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞുവോ അത് വളരെ ചീത്ത. അതായത് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവർ അവിശ്വസിക്കുന്നത്. അതെ, അള്ളാഹു തന്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുക്കുന്നതിനാലുള്ള അസൂയ കൊണ്ട് അങ്ങനെ അങ്ങനെ അവർ കോപത്തിനുമേൽ കോപവുമായി മടങ്ങി. വലിൽ കാഫിരീന അദാബും മുഹീൻ, അവിശ്വാസികൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. വലിൽ കാഫിരീന അദാബും മുഹീൻ, അവിശ്വാസികൾക്ക് നിന്ദ്യമായ ശിക്ഷയും ഉണ്ട്. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا. بئس ما اشتروا به أنفسهم بئس ما اشتروا ഓടുന്ന സന്ദർഭത്തിൽ بئس ما اشتروا ഇവിടെ ഹംസയാണ്. ബിസമ എന്ന് ഓതിയാൽ പോരാ. ബിഅസ മശ്തറൗ ബിഹി അൻഫുസഹും ബിഅസ മശ്തറൗ ബിഹി അൻഫുസഹും. ബിഹി അവിടെ മദ്ദുണ്ട്, അല്പം നീട്ടുക. ബിഹി 3-4 ഹർക്കത്ത് ദീർഘിപ്പിക്കുക. ബിഹി അൻഫുസഹും മദ് മുൻഫസിലാകുന്നു. മദ് മുൻഫസിലാകുന്നു. ബിഅസ മശ്തറൗ ബിഹി അൻഫുസഹും അൻ യക്ഫുറു ബിഹി അൻഫുസഹും സുക്കൂനാ നൂന് ശേഷം ഫ എന്ന അക്ഷരമാകും. എന്താണ് അവിടെയുള്ള നിയമം? ഇഖ്ഫാഇന്റെ നിയമമാണ് അല്ലേ? ഇഖ്ഫാഇന്റെ നിയമമാണ്. അൻഫുസഹും അൻ യക്ഫുറു സുക്കൂനാ നൂന് ശേഷം യാ എന്ന അക്ഷരമാണ് അവിടെ. അൻ യക്ഫുറു ഇദ്ഗാം ബിഗുന്നയാണ്. അൻ യക്ഫുറു സുക്കൂനാ നൂനെ യാലേക്ക് ചേർത്തുകൊണ്ട് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹു ബഗ്യൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി ബിമാ അൻസലല്ലാഹു. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ മദ് മുൻഫസിലാണ്. ബിമാ അൻസല ബിമാ ദീർഘിപ്പിക്കണം. എന്താണ്? മദ് മുൻഫസിലാകുന്നു. ബിമാ അൻസലല്ലാഹു ബഗ്യൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി
بغيا أن ينزل الله من فضله بغيا بغيا أن അവിടെ തൻവീനു ശേഷം ഹംസയാണ്. ഇൽഹാറിന്റെ നിയമമാണ്, ഇൽഹാറിന്റെ നിയമമാകുന്നു. بغيا أن ينزل الله സുകുന നൂന് ശേഷം യാ എന്ന അക്ഷരമാണ് അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. أن ينزل الله من فضله വീണ്ടും من فضله സുകുന നൂന് ശേഷം ഫ ആണ്. അവിടെ ഇഖ്ഫാഇന്റെ നിയമം തന്നെ. മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അലാ മൻ യശാഉ അലാ മൻ സുകുനാനൂന് ശേഷം യാ അവിടെ ഇദ്ഗാം ബിഗുന്ന ഗുന്നത്തോടുകൂടി മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യുക. على من يشاء മദ് മുത്തസിലാകുന്നു. മദ് മുത്തസിലാണല്ലേ. ഐ മൻ യശാഉ മിൻ ഇബാദിഹി മിൻ സുകുനാനൂന് ശേഷം വീണ്ടും ഐനാണ്. മിൻ ഇബാദിഹി അവിടെ വഖഫ് ചെയ്യുക. അലാ മൻ യശാഉ മിൻ ഇബാദിഹി فباءوا بغضب على غضب فباءوا بغضب على غضب فباءوا അവിടെ മദ് മുത്തസിലാണ്. فباءوا بغضب على غضب بغضب അവിടെ തൻവീനു ശേഷം ഐന്. بغضب على غضب وللكافرين عذاب مهين അവിടെ فباءوا بغضب على غضب വഖഫ് ചെയ്യുമ്പോൾ അൽഖലത്തിന്റെ അക്ഷരമാണ്, ശ്രദ്ധിക്കണം. فباءوا بغضب على غضب وللكافرين عذاب مهين وللكافرين عذاب مهين അവിടെ عذاب مهين അവിടെ തൻവീനു ശേഷം മീമാണ് ഇദ്ഗാം ചെയ്യുക മണിച്ചുകൊണ്ട്. وللكافرين عذاب مهين ഇവിടെ വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്പം നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുഹീൻ മദ് ആരിദ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب
وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ. അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. بئس ما اشتروا به أنفسهم أن يكفروا بئس ما اشتروا به أنفسهم. യാതൊന്നിനു പകരം അവർ തങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞുവോ അത് വളരെ ചീത്തയായി. أن يكفروا بما أنزل الله. അള്ളാഹു അവതരിപ്പിച്ചതിൽ അവർ അവിശ്വസിക്കുന്നത്. അതായത് യാതൊന്നിനു പകരം അവർ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞുവോ അത് വളരെ ചീത്തയായി. എന്താണത്? അതായത് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവർ അവിശ്വസിക്കുന്നത്. بغيا أن ينزل الله من فضله على من يشاء من عباده. അതെ, അള്ളാഹു തന്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുക്കുന്നതിനാലുള്ള അസൂയ കൊണ്ട് فباءوا بغضب على غضب. അങ്ങനെ അവർ കോപത്തിനുമേൽ കോപവുമായി മടങ്ങി. വൽകാഫിരീന അദാബും മുഹീൻ. അവിശ്വാസികൾക്ക് നിന്ദ്യമായ ശിക്ഷയുമുണ്ട്. ആയത്തിന്റെ ഇതിലടങ്ങിയ വ്യാകരണ നിയമങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനിനെ സ്നേഹിക്കുകയും അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിനെ ഒരു വെളിച്ചമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഖുർആൻ പൂർണ്ണമായും പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് ഹൃദിസ്ഥമാക്കുവാനും ഒക്കെയുള്ള സൗഭാഗ്യം ഈ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവനൊരുക്കിയ സ്വർഗം അത് മാത്രം കാക്ഷിച്ചുകൊണ്ട് പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് യഥാർത്ഥ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുവാനുമുള്ള അനുഗ്രഹം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.